കാരണം എനിക്ക് സിദ്ധാർത്ഥിൻ്റെ പല കാര്യങ്ങളും ഇങ്ങനെ തോന്നുമ്പോൾ ഞാനത് എഴുതിയിട്ടുണ്ട്. എനിക്ക് ചിലപ്പോൾ തോന്നി നമ്മൾ ഈ പണ്ട് റേഡിയോ ഉണ്ടല്ലോ, അത് ഇങ്ങനെ എന്തായിരിക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഇത് തുറന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് കൂട്ടി വയ്ക്കുമ്പോഴത്തേനും അങ്ങ് ശരിയാവുമെന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ ഇവിടെ എന്തെങ്കിലും തുറന്നിട്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചാൽ മതി അങ്ങനെ തോന്നാറുണ്ട് ഇവൻ്റെ ചിലപ്പോഴത്തെ ഇത് കാണുമ്പോൾ. ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അഗ്രസീവായ കുട്ടികൾ, സെൽഫ് ഇഞ്ചുറി ചെയ്യുന്ന കുട്ടികളെ, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന കുട്ടികൾ, ഇവരൊക്കെ ഉണ്ട്. ഇവരെല്ലാം ചേർന്നതാണ് ഈ ഒരു സ്പെക്ട്രം എന്ന് പറയുന്നത്. അപ്പം ഇത് ഇവൻ എന്നെ നന്നായി ഉപദ്രവിച്ചിട്ടുണ്ട്. ഉപദ്രവിച്ചെന്ന് പറഞ്ഞാൽ കടിക്കുമായിരുന്നു ഒരു ഘട്ടത്തിൽ. അപ്പം ഈ കടിച്ചിട്ട് നമ്മൾ മനുഷ്യന് അടിയിടിയൊക്കെ കൊള്ളുന്ന പോലെയല്ല കടി കൊള്ളുന്നത്. അത് വേറൊരു പ്രശ്നമാണല്ലോ. ഇവിടുന്ന് അവർ കിട്ടുന്നിടത്ത് അങ്ങ് കടിക്കും. ഇത് ഇങ്ങനെ കുക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എന്നെ ഇങ്ങനെ നെഞ്ചും പുറം കൂടെ കൂട്ടി ഇങ്ങനെ വന്ന് അടിച്ചു. അവന് ഭയങ്കര കരുത്താണ്. എന്തിനാ അടിച്ചതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ കുക്ക് ചെയ്യാനാവെന്ന് നോക്കിയിരിക്കുകയാണ്. ഞാൻ അങ്ങ് കറങ്ങിപ്പോയി. അപ്പം ഞാനിപ്പോൾ ചോദിക്കാറുണ്ട്, മീനിങ് ഫുൾ കമ്മ്യൂണിക്കേഷൻ ആണോ? അതായത് കുട്ടി നടത്തുന്ന പേരൻസ് ആദ്യം ശ്രദ്ധിക്കേണ്ട കുട്ടി കുറേ വാക്കുകൾ പറയുന്നുണ്ടോ എന്നുള്ളതല്ല, പറയുന്ന വാക്കുകൾ മീനിങ് ഫുൾ ആണോ, ആ കോണ്ടെക്സ്റ്റിന് യോജിച്ച വിധത്തിലാണോ. അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് നടക്കും. ചിലപ്പോൾ അമ്മയെന്ന് വിളിക്കുന്നുണ്ടോ, നമ്മളെ തന്നെയാണോ അമ്മയെന്ന് വിളിക്കുന്നത്. ഞാൻ പിണങ്ങാറുണ്ട്, പിണങ്ങി ഞാൻ മിണ്ടാതിരിക്കാറുണ്ട്. 2-3 ദിവസം ഞാൻ മിണ്ടൂല. അപ്പോഴത്തേക്കിന് പെതുക്കെ അവനങ്ങ് പിന്മാറും. അവൻ എന്നെ പരിചയമില്ലാത്ത ഒരാളെ പോലെ ബിഹേവ് ചെയ്യാൻ തുടങ്ങും. ആ സമയമാകുമ്പോൾ ഞാൻ തിരിച്ചിങ്ങോട്ട് വിടും. എവിടെ കുട്ടികളെ വിടാൻ പറ്റും? ഈ കുട്ടികളെ എങ്ങനെയായിരിക്കും നോക്കുക? വീട്ടിൽ എനിക്ക് നോക്കാൻ പറ്റില്ലെങ്കിൽ, വീട്ടിൽ ഒരാൾക്ക് നോക്കാൻ പറ്റില്ലെങ്കിൽ അവിടെ എങ്ങനെയായിരിക്കും ഇവരെ നോക്കുന്നത്? അടിക്കും, തല്ലും, ഇത് തന്നെ കുട്ടികളെ ഉപദ്രവിക്കും. പ്രീത GP ആണ് ഇന്ന് ബി വിത്ത് ബീനയിൽ സംസാരിക്കാൻ എത്തിയിരിക്കുന്നത്. പ്രീത GP എനിക്ക് പരിചയം പ്രീത GPയുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിലൂടെയാണ്. സിദ്ധാർത്ഥ് എന്ന മകനെ ഞാൻ പരിചയപ്പെട്ടതും അങ്ങനെയാണ്. ഒരുപാട് അമ്മമാരെ, ഒരുപാട് മക്കളെയൊക്കെ ഫേസ്ബുക്കിൽ കൂടി പരിചയപ്പെടാറുണ്ട്. പക്ഷേ പ്രീത GPയുടെ കുറിപ്പുകളിലൂടെ, പ്രീത GPയുടെ മകൻ്റെ വിശേഷങ്ങളിലൂടെ ഞാൻ അറിഞ്ഞ ഈ അമ്മ പ്രത്യേകതകളുള്ള ഒരമ്മയാണ്. ആ അമ്മ സ്വന്തം മകൻ്റെ പരിമിതികളെ, ചുറ്റുപാടുമുള്ള മക്കളുടെ എല്ലാം പരിമിതികളിലെ മാറ്റിയെടുക്കാനും കൂടെയുള്ള ഒരു ശ്രമം നടത്തുന്ന, അല്ലെങ്കിൽ അത്തരം ഒരു ചിന്താഗതിയുള്ള അമ്മയായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊരു സംസാരത്തിലേക്ക് ഞാൻ പ്രീത GPയെ അടുത്ത് വരാമോ എന്ന് ചോദിച്ചത്. വളരെ സന്തോഷമുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും ഇപ്പം സിദ്ധാർത്ഥിൻ്റെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ സിദ്ധാർത്ഥ് ഓട്ടിസ്റ്റിക്കായ ഒരു കുട്ടിയാണ് എന്ന് പറഞ്ഞിട്ട് അവനെ മറച്ചു വയ്ക്കാനല്ല, അവൻ്റെ പ്രശ്നങ്ങൾ പറയുമ്പോൾ മറ്റുള്ളവർക്കും എന്താണ് പോം വഴികൾ എന്നുള്ള ഒരു ചിന്തയിലേക്ക് പ്രീത കൊണ്ടെത്തിക്കുന്നുണ്ട്. പ്രീത സ്വന്തം കഥയൊന്ന് കുറച്ച് പറയും. എനിക്ക് അധികം പരിചയമില്ല. ഈ പറഞ്ഞ പോലെ അവസാനിപ്പിച്ചെടുത്ത് തന്നെ തുടങ്ങാം. ഈ സിദ്ധാർത്ഥിൻ്റെ ഫോട്ടോസും സിദ്ധാർത്ഥിനെ കുറിച്ച് എഴുതാനും ഞാൻ തുടങ്ങിയത് കാരണം ചുറ്റുവട്ടത്തുള്ള ഈ മറച്ചുവെക്കലുകളിൽ നിന്നാണ്. അന്നത്തെ കാലത്ത് അതായത് ഇപ്പോൾ സിദ്ധാർത്ഥിന് 21 വയസ്സുണ്ട്. അതായത് ഒരു 3 വയസ്സ് ഞാൻ അറിയുമ്പം ആ സമയത്ത് എങ്ങനെയാണ് ഓട്ടിസം എന്ന് പറയുന്ന ഒരു വിഷയത്തെ സമൂഹം, പേരൻസ് ഉൾപ്പെടെ കൈകാര്യം ചെയ്തിരുന്നതെന്നാണ്. ഇപ്പോൾ ഞാൻ ബോംബെയിലാണെങ്കിലും ഡോക്ടറെ കാണാൻ പോകുമ്പോൾ ഡോക്ടറിനോട് പറയും, പ്രീത പെട്ടെന്ന് അത് അക്സെപ്റ്റ് ചെയ്തു. ഞാൻ എന്നിട്ട് വളരെ തുറന്നാണ് അതിൽ ജോലി ചെയ്തിരുന്നത്. അപ്പം ഇവിടെ ഡോക്ടേഴ്സിൻ്റെ മക്കൾ വരെയും വളരെ രഹസ്യമായിട്ടാണ് അവർ കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അപ്പോൾ അതെനിക്കൊരു ഭയങ്കര ഇതായിരുന്നു. എൻ്റെ മോനോട് ആ ഡോക്ടർ പറയായിരുന്നു, ഡോക്ടർ ലീന ദേശ്പാണ്ഡെ എന്ന് പറയുന്നത്, അവർ പറയായിരുന്നു, സിദ്ധാർത്ഥ് നീ ഭാഗ്യാനാണ്, നിൻ്റെ അമ്മ നിന്നെ എത്ര നന്നായിട്ടാണ് കൊണ്ടുവരുന്നത്, നിന്നെ മറച്ചു വെച്ചിട്ടൊന്നുമല്ല എന്നവർ പറയുമായിരുന്നു. അപ്പോൾ ആ ഒരു സാധനമാണ് എനിക്ക് പലപ്പോഴും അത് എഴുതണം എന്നുള്ള ഒരു ഇതിലേക്ക് വന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ നാട്ടിൽ വന്നതിന് ശേഷവും ഇവിടെ നാട്ടിലെ ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഡോക്ടേഴ്സ് വരെ അവരുടെ മക്കളെ ഒളിച്ചൊക്കെയാണ് കൊണ്ടുവരുന്നത്. അപ്പം ഞാൻ തമാശയ്ക്ക് ഇങ്ങനെ എൻ്റെ സുഹൃത്തുക്കളോട് പറയായിരുന്നു, ഓട്ടിസം എങ്ങനെ ഒളിക്കാൻ പറ്റുന്നതെന്ന് എനിക്കറിയത്തില്ല, അത് ഗർഭം പോലെയാണ്, എത്ര ഒളിച്ചാലും വെളിയിൽ വരും, നമുക്കത് ഒളിച്ചു വയ്ക്കാൻ പറ്റില്ല. പിന്നെ ഇവർ ഡോക്ടേഴ്സ് എങ്ങനെയാണ് അങ്ങനെ ഒരു ഇതെടുക്കുന്നത്. അപ്പോഴാണ് ഞാൻ ആ ഒരു തീരുമാനം, അവരങ്ങനെ ചെയ്യാനുള്ള മാനസിക സമ്മർദ്ദം എത്ര വലുതായിരിക്കും എന്നുള്ളത്, സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട്. അതായത് കുട്ടികൾ ശരിക്കും അത് പരിണാമപരമായി തന്നെ അതിലൊരു ഇതുണ്ടാവാം ബയോളജിക്കലായിട്ട്. കാരണം നമ്മുടെ കോപ്പി മെച്ചപ്പെട്ടതാവണം എന്നുള്ളൊരു സംഭവം അതിലുണ്ടാവാം. അപ്പം പക്ഷേ അവരങ്ങനെ ആയി പോകുന്നതിന് നമുക്കൊരു ഉത്തരവാദിത്വം ഇല്ല. ഇതിൽ ഞാൻ ആദ്യം എൻ്റെ ഡോക്ടറോട് ചോദിച്ചത് അത് തന്നെയാണ്, ഞാൻ എന്ത് ചെയ്തിട്ടാണ്
അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ ഒരു കുറ്റബോധത്തിൻ്റെ ആവശ്യമില്ല. നമ്മൾ എന്തായിരുന്നു അവനെ അങ്ങനെ കണ്ടെത്താനുള്ള കാര്യം എന്തായിരുന്നു? അവന് സംസാരിക്കണില്ലായിരുന്നു. അതായിരുന്നു ആദ്യത്തെ പ്രശ്നമായിട്ട് നമ്മൾ കണ്ടത്. പിന്നെ ഇവർ പറയുന്ന ഐ കോണ്ടാക്റ്റ് ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും കുറവാണ്. പക്ഷെ നമ്മളത് അഡ്രസ്സ് ചെയ്യുകയോ നമുക്കത് മനസ്സിലാവുന്നില്ല എന്താണ് അങ്ങനെ ഇന്നത്തെ കാലത്ത് എനിക്ക് വേറൊരു പേരൻറ്റിനെ കണ്ടാൽ എനിക്ക് പറയാം, ഈ മോനെ ഒന്നും അല്ലെങ്കിൽ ഈ മോളെ ഒന്ന് ഡോക്ടറെ കാണിച്ചോളൂ. ഇച്ചിരി ഭയന്നാണെങ്കിലും നമ്മൾ പറയാറുണ്ട്, കുട്ടിയൊന്ന് ഡോക്ടറെ കാണിച്ചോട്ടോ, ഐ കോണ്ടാക്ട് ശരിയല്ല, ഇത്രയും പോരാ ഐ കോണ്ടാക്ട്, ഒന്ന് കാണിച്ചോളൂ എന്ന് നമുക്ക് പേടിച്ചിട്ടായാലും. കാരണം അത്ര എളുപ്പമുള്ള കാര്യമല്ല ഒരു അമ്മയോടോ ഒരച്ഛനോടോ ഈ കുഞ്ഞിനെന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് പോയി പുറത്തുനിന്ന് ഒരാൾ പറയുക എന്ന് പറയുന്നത് അത്ര ഈസി അല്ല. പക്ഷേ ആ ഭയം വെച്ചുകൊണ്ട് തന്നെ പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത്, എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു അനുഭവം വെച്ചാൽ, ഞങ്ങളുടെ ഓഫീസിലൊരു കുട്ടിയായിരുന്നു. അവൾക്ക് ശരിക്കും 3 വയസ്സ് വരെ കുഞ്ഞിന് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നറിയില്ല. ഞങ്ങൾ കുറച്ച് മുതിർന്ന ആൾക്കാർ കുട്ടിയെ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്ന കുട്ടിക്ക് എന്തോ പ്രോബ്ലം ഉണ്ട്. അപ്പോഴേക്കും കുറേ വൈകുകയും. അതെ, കുട്ടികൾ ശരിക്കും നമ്മൾ വളർത്തിക്കൊണ്ട് വരുന്ന ഒരു കുട്ടിക്ക് അങ്ങനെ പ്രശ്നമുണ്ടെന്ന് നമുക്ക് തോന്നത്തുമില്ല. കാരണം ആ ഒരു മൈൽ സ്റ്റോണും ഒക്കെ, ഇപ്പം സിദ്ധാർത്ഥിൻ്റെ കാര്യത്തിലായാലും അവന് പെട്ടെന്ന് കമന്നു വീണു, പെട്ടെന്ന് എഴുന്നേറ്റിരുന്നു, പെട്ടെന്ന് നടന്നു, 8ാം മാസത്തിൽ നടന്ന ഒരു കുട്ടിയാണ്. അവൻ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് ഞാൻ വിചാരിക്കേണ്ട കാര്യമില്ല. പിന്നെ അവന് കപ്പട ദോത്താ ഹേ, ക്യാ കർ രഹാ ഹേ, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുമായിരുന്നു. അപ്പം ഞാൻ സംസാരിക്കുന്നില്ല എന്നുള്ളത് നമ്മുടെ ഇതിൽ വരില്ല അപ്പോൾ. പക്ഷെ പിന്നീട് നമ്മൾ ഓട്ടിസത്തെക്കുറിച്ചാണ് അറിഞ്ഞപ്പോഴാണ് ഈ കമ്മ്യൂണിക്കേഷനും ഈ ബ്ലാബ്ല പറയുന്നതും 2 വിഷയമാണ് എന്ന് നമുക്കറിയാം. അതെ, ഇവരിപ്പം പല കേസിലും അങ്ങനെയുണ്ട്. കുട്ടി പറയും, കുട്ടി സംസാരിക്കുന്നുണ്ട്. അപ്പം ഞാനിപ്പോൾ ചോദിക്കാറുണ്ട്, മീനിങ് ഫുൾ കമ്മ്യൂണിക്കേഷൻ ആണോ? അതായത് കുട്ടി നടത്തുന്ന പേരൻസ് ആദ്യം ശ്രദ്ധിക്കേണ്ട, കുട്ടി കുറേ വാക്കുകൾ പറയുന്നുണ്ടോ എന്നുള്ളതല്ല, പറയുന്ന വാക്കുകൾ മീനിങ് ഫുൾ ആണോ, ആ കോണ്ടെക്സ്റ്റിന് യോജിച്ച വിധത്തിലാണോ. അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് നടക്കും. ചിലപ്പോൾ അമ്മയെന്ന് വിളിക്കുന്നുണ്ടോ, നമ്മളെ തന്നെയാണോ അമ്മയെന്ന് വിളിക്കുന്നത്, ആ ഒരു ഇതാണ് നമ്മൾ. അത് പക്ഷേ കുറേ വയസ്സ് കഴിയുമ്പോൾ ഈ സംസാരം അങ്ങ് ഇല്ലാണ്ടാവോ? ഇങ്ങനത്തെ ഈ പറയുന്നത് ചിലപ്പം കുട്ടികൾ വിട്ടുകളയും, പിന്നെ മിണ്ടാണ്ടാവും. പിന്നെ അവർ സിദ്ധാർത്ഥിൻ്റെ ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് പോലും, അവനെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞതുപോലും പിന്നീട് കുറഞ്ഞാണ് വന്നത്. ഒരു റിഗ്രഷനാണ് സംഭവിച്ചത്. പക്ഷേ ആ കാലത്ത് സ്പീച്ച് തെറാപ്പി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മളതിനു വേണ്ടി സ്കൂളിലായാലും സ്പെഷ്യൽ സ്കൂളിൽ പോകുന്നുണ്ട്. പക്ഷേ അതൊന്നും പക്ഷേ മനസ്സിലാക്കിയ കാര്യം, ഒന്നാമത്തെ കാര്യം, എനിക്ക് ആദ്യാവസാനം പറയേണ്ടത്, ഇതൊന്നും എക്സ്പേർട്ട് ഒപ്പീനിയൻ അല്ല. നമ്മുടെ അനുഭവ പരിസരത്തു നിന്ന് നമ്മൾ നേടിയെടുത്ത ഇൻഫർമേഷൻ. അപ്പം ഇതിലെനിക്ക് തോന്നിയിട്ടുള്ളത്, ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള പല കുട്ടികൾക്കും സ്പീച്ച് തെറാപ്പി അത്ര എഫക്റ്റീവ് അല്ല. അത് പക്ഷെ നമ്മളുടെ ഇവിടെ ആദ്യം ഒന്ന് ഡയഗ്നോസിസ് ചെയ്താൽ തന്നെ ഉടനെ പോവുക സ്പീച്ച് തെറാപ്പിസ്റ്റിൻ്റെ അടുത്തോട്ടാണ്. എല്ലായിടത്തും ഇപ്പം ഇതൊരു ചൂഷണമായിട്ട് തന്നെ വരുന്നുണ്ട്. കുട്ടികൾ എന്തെങ്കിലും ഒരു ചെറിയ മൈൽ സ്റ്റോണിൽ അല്ലെങ്കിൽ ഒരു ഓട്ടിസം പോലെയുള്ള എന്തെങ്കിലും ഒരു ഫീച്ചേഴ്സോ അല്ലെങ്കിൽ സവിശേഷതകളോ കാണിക്കുകയാണെങ്കിൽ, അപ്പോൾ സ്വാഭാവികമായിട്ട് പേരൻസ് ഇപ്പം കുറച്ചും കൂടെ അവെയർ ആയതുകൊണ്ട് ഡോക്ടേഴ്സിനെ കാണാൻ പോകുകയൊക്കെ ചെയ്യും. ആ അവസരം മുതലാക്കി ചെറിയ എന്തെങ്കിലും ഒരു സപ്പോർട്ട് വീട്ടിനുള്ളിൽ കൊടുക്കേണ്ട കുട്ടികളെ പോലും തെറാപ്പി സെൻ്ററുകളിലോട്ട് പറഞ്ഞു വിട്ട് ഭയങ്കര ഒരു ചൂഷണമായിട്ട് മാറുന്നുണ്ട്. വലിയ ക്ലിനിക്കുകളൊക്കെ ഇതിന് മാത്രമായി ഉണ്ടാക്കിയിട്ട്. അല്ല, എനിക്ക് വേറൊരു സംശയം ചോദിക്കാനുണ്ട്. ഇപ്പോൾ ശരിക്കും കുട്ടികളുടെ കൂടുന്നുണ്ടോ ഓട്ടിസം? അത് ഒരുപക്ഷെ ഈ പറയുന്ന മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ നമ്മൾ നിരീക്ഷിക്കുന്നത് കൊണ്ട് ആയിരിക്കാം. ഇപ്പൊ കേരളത്തിലേക്ക് ഒരു സാഹചര്യത്തിൽ ഒരാളെ കാണുള്ളൂ, 2 ആളെ കാണുള്ളൂ. അതും എന്താ പറയുക, നമ്മൾ അത്രയ്ക്ക് നമ്മളുടെ മനസ്സുകൊണ്ട് ജീവിതം കൊണ്ടും ഒക്കെ നോക്കിയിരിക്കുകയാണ് കുഞ്ഞു വരാൻ പൊതുവെ. അപ്പം സ്വാഭാവികമായിട്ടും ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ ശ്രദ്ധിക്കുന്നത് കൊണ്ടും ആവാം. അല്ലെങ്കിൽ പിന്നെ എനിക്കതിനെക്കുറിച്ച് അറിയില്ല ശാസ്ത്രീയമായിട്ടോ, അല്ലെങ്കിൽ അതിങ്ങനെ കൂടാനുള്ള എന്തെങ്കിലും ഈ പറയുന്ന പോലെ പാരിസ്ഥിതികമായ പ്രശ്നങ്ങളുണ്ടോ, അല്ലെങ്കിൽ നമ്മളുടെ ജീവിതശൈലി കൊണ്ടുണ്ടാകുന്ന ഇതുണ്ടോ, അതൊന്നും ഇതൊക്കെ ഇപ്പോഴും വലിയൊരു റിസർച്ച് വിഷയമാണ് എന്താണെന്നുള്ളത്. മനുഷ്യൻ്റെ ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞാൻ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ന്യൂറോ സർജറിയൊക്കെ വികസിക്കുന്ന ഒരു കാലം ഞാൻ ഇതൊക്കെ ചുമ്മാതെ വായിക്കും. ഞാനൊരു സയൻസ് സ്റ്റുഡൻ്റ് അല്ലാത്തത് കൊണ്ട് വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അപ്പോൾ എനിക്ക് തോന്നാറുണ്ട് ന്യൂറോ സർജറിയൊക്കെ കാര്യമായി വികസിക്കുന്ന കാലത്ത് എപ്പോഴെങ്കിലും
കണ്ടുപിടിക്കുക, അതെ, കണ്ടുപിടിക്കുമായിരിക്കും എന്താ പ്രശ്നമെന്ന്. കാരണം എനിക്ക് സിദ്ധാർത്ഥിൻ്റെ പല കാര്യങ്ങളും ഇങ്ങനെ തോന്നുമ്പോൾ ഞാനത് എഴുതിയിട്ടുണ്ട്. എനിക്ക് ചിലപ്പോൾ തോന്നി നമ്മൾ ഈ പണ്ട് റേഡിയോ ഉണ്ടല്ലോ, അത് ഇങ്ങനെ എന്തായിരിക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഇത് തുറന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് കൂട്ടി വയ്ക്കുമ്പോഴത്തേനും അങ്ങ് ശരിയാവുമെന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ ഇവിടെ എന്തെങ്കിലും തുറന്നിട്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചാൽ മതി. അങ്ങനെ തോന്നാറുണ്ട് ഇവൻ്റെ ചിലപ്പോഴത്തെ ഇത് കാണുമ്പോൾ. എന്തോ ഒരു ചെറിയ പ്രശ്നമായിരിക്കൂലേ, ഇങ്ങനെ ഒന്ന് ഇത് ചെയ്താൽ പോരെ, റീവയറിങ്. അതെ, അപ്പം ഇത് എന്തൊരു വലിയ പ്രതിഭാസമാണ്. അതെ, മനുഷ്യന്റെ തലച്ചോറ് ഭയങ്കര സങ്കീർണമായ ഒരു പ്രതിഭാസമാണല്ലോ. നമ്മൾ നമ്മളുടെ ഓരോ നിമിഷം പോലും നമ്മളിങ്ങനെ, നമ്മളെന്ന് പറയുന്ന നമ്മളങ്ങനെ ഇതൊന്നും അല്ലല്ലോ. അവിടെ എന്തൊക്കെയോ ന്യൂറോൺസും കെമിക്കൽ കമ്മ്യൂണിക്കേഷൻസും ഒക്കെ കൊണ്ട് സംഭവിക്കുന്നതാണല്ലോ. അതെ, പക്ഷെ അതൊരു വലിയ അത്ഭുതം മാത്രമല്ല, നമുക്ക് ഇനി മനുഷ്യന് പിടികിട്ടാൻ പറ്റുന്നില്ല. അതെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പം മോന് 21 വയസ്സായി. അപ്പം ആ 3 വയസ്സിൽ അവനെ കണ്ടെത്തിയപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്ന ഇൻക്ലൂസീവ്നെസ് എന്ന് പറയുന്നതുണ്ടല്ലോ, ഇവരെ സ്വീകരിക്കാനുള്ള അല്ലെ ഉൾച്ചേർക്കാനുള്ള ആ മനോഭാവം ഇന്നും തമ്മിൽ വ്യത്യാസമുണ്ടോ? കുറച്ചുകൂടി വ്യത്യാസം വന്നിട്ടുണ്ട്. കുറച്ചും കൂടി ആൾക്കാർ അവെയറാണ്. അതാണ് ഇപ്പം നമ്മൾ ഈ ട്രെയിനിങ്ങിനെ കുറിച്ച് പറയുമ്പോഴും ബോധവൽക്കരണത്തെ കുറിച്ച് പറയുമ്പോഴും ഒക്കെ പേരൻസിനെ ബോധവൽക്കരിക്കണം എന്ന് പറയും, അല്ലെങ്കിൽ ടീച്ചേഴ്സിനെ ബോധവൽക്കരിക്കണം. ശരിക്കും പൊതുസമൂഹത്തിനും കൂടെ ആവശ്യമുള്ളതാണ് ഈ ബോധവൽക്കരണം. എങ്ങനെയാണ് ഈ കുട്ടികളോട് ചിലപ്പം വളരെ നമുക്ക് പൊതുസമൂഹത്തിൽ നമുക്ക് സ്വീകാര്യമല്ലാത്ത രീതിയിലൊക്കെ അവർ പെരുമാറിയെന്നിരിക്കും. ഇപ്പം ആൺകുട്ടികൾ മുതിർന്നാലും പെൺകുട്ടികൾ മുതിർന്നവരാകുമ്പോഴും നമ്മുടെ ഇതുപോലെ ഭയങ്കര എന്താ പറയുക, പല സദാചാര സംഭവങ്ങളുള്ള ഒരു സമൂഹത്തിൽ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും സാധാരണ മനുഷ്യർക്ക്. അത് ന്യായവുമാണ് അവരുടെ അത്തരം കാര്യങ്ങൾ. പക്ഷെ അതിൽ ഒരു പൊതുസമൂഹത്തിനും കൂടി ചേർത്ത് ഒരു ബോധവൽക്കരണം ആവശ്യമുണ്ട് ഈ കുട്ടികളുടെ പ്രശ്നങ്ങളെക്കുറിച്ച്. ഇപ്പം ഞാൻ അന്ന് ബോംബെയിലായിരുന്നത് കൊണ്ട് എനിക്ക് നാട്ടിൽ നിൽക്കാത്തതിൻ്റെ ഒരു ഗുണമുണ്ടായിരുന്നു. അവിടെ നമ്മൾ കാണുന്ന മനുഷ്യരും ഒക്കെ നമുക്ക് പരിചയമില്ലാത്തവരും അല്ലെങ്കിൽ നമുക്ക് കുറച്ച് പരിചയമുള്ളവരും ഒക്കെയാണല്ലോ. അപ്പം ഞാൻ ഈ പറയുന്ന ഈ നാട്ടിലെ സ്ത്രീകൾ പലപ്പോഴും നേരിടുന്ന പ്രതിസന്ധി ഞാൻ നേരിട്ടിട്ടില്ല, ചെറിയ കുട്ടിയായിരുന്നപ്പോൾ. പിന്നെ ഞാൻ ഇത് വളരെ സ്വാഭാവികമായിട്ട് നമ്മൾ എങ്ങനെയാണ് അതിനെ എടുക്കുന്നു എന്നനുസരിച്ചിട്ടാണ് വളരെ ഞാൻ ആദ്യം എനിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പിന്നെ ഇങ്ങനെ ഗൂഗിളിൽ പോയിരുന്ന് സെർച്ച് ചെയ്തു. അന്ന് എല്ലാ മൊബൈലിലും എല്ലാവരുടെ കയ്യിലും ഗൂഗിളൊന്നും കിട്ടുന്ന സമയമല്ലേ. ഓഫീസിൽ പോയിട്ട് നമ്മൾ കമ്പ്യൂട്ടറിൽ ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോഴാണ് എനിക്ക് കിട്ടിയത് 8ൻ്റെ പണിയാണെന്ന് മനസ്സിലായത്. അപ്പോൾ പിന്നെ എന്താ ചെയ്യേണ്ടതെന്നുള്ളതൊരു വലിയ പ്രശ്നമായിരുന്നു. അയ്യോ ഇതാണോ? അപ്പം ഞാൻ ഡോക്ടറോട് തന്നെ പറഞ്ഞു, ഡോക്ടറാണല്ലോ അവസാന ആശ്രയം. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അതൊന്നും വായിക്കണ്ട, അതൊക്കെ എല്ലാം എക്സ്ട്രീം കേസസ് ആണ്, നമ്മുടെ കുട്ടി ഇപ്പോൾ ആ എക്സ്ട്രീം ആവണമെന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പ്രീതി അതൊന്നും വായിക്കണ്ട എന്ന് പറഞ്ഞു. പക്ഷെ വായിക്കാതിരിക്കൂലല്ലോ, നമ്മൾ വായിക്കുമല്ലോ. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ബോർഡർ ലൈൻ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പം സിദ്ധാർത്ഥ് ബോർഡർ ലൈൻ എന്നാണ് ഡയഗ്നോസിസ് ചെയ്തത്. പക്ഷേങ്കിൽ സിദ്ധാർത്ഥ് ബോർഡർ ലൈൻ ആയിരുന്നില്ല. അപ്പം ചെറിയ കുട്ടി എന്നുള്ള നിലയിൽ കുറച്ച് കാര്യങ്ങളിൽ അന്ന് നമുക്ക് അങ്ങനെ തോന്നുമെങ്കിലും ഇവർ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികൾ വളർന്നു വരുമ്പോഴാണ് അവരുടെ കൂടുതൽ കാര്യങ്ങൾ വെളിയിൽ വരുന്നത്. ശരിയാ, സിദ്ധാർത്ഥിന്റെ ഒരു പടം ഈ ഇടയ്ക്ക് അതിനകത്ത് കണ്ടു. അപ്പൊ അവനെ ഒട്ടും നമുക്ക് ഒരു തോന്നില്ല. പക്ഷെ ഭയങ്കര നല്ല ഭംഗിയുള്ള ആ സമയത്തൊക്കെ ഇങ്ങനെ നല്ല വന്നിട്ടില്ല. അപ്പം ഈ ഓട്ടിസ്റ്റിക് ആയിട്ട് കുറച്ച് കുട്ടികളെയൊക്കെ അങ്ങനെ നമുക്ക് മൾട്ടിപ്പിൾ ഡിസബിലിറ്റി ഇല്ലെങ്കിൽ അവരുടെ മുഖത്ത് നോക്കിയാലൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല ഓട്ടിസം ആണെന്ന്. ഇപ്പൊ സിദ്ധാർത്ഥ് ഓട്ടിസ്റ്റിക് ആണെന്ന് വേറൊരാൾ അറിയുന്നത് അവന്റെ സോഷ്യൽ ബിഹേവിയർ വേറെ ആയതുകൊണ്ടാണ്. എന്തെങ്കിലും അവൻ്റെ എന്താ പറയുക, നമ്മൾ ഈ പറയുന്ന പോലെ മറ്റ് ഡിസബിലിറ്റി പോലെ മുഖത്തുനിന്നൊന്നും അറിയാൻ പറ്റില്ലല്ലോ. അവനെങ്ങനെയാണ് ഇപ്പം ശരിക്കും? അവൻ ഏത് ഇതിൽ ഉള്ള അവൻ്റെ പെരുമാറ്റം എങ്ങനെയാണ്? അവൻ ഇപ്പം കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു കുറച്ച് മെച്ചപ്പെട്ട് വരുന്നുണ്ട്. സ്കൂളിൽ പോയിട്ടുണ്ടോ? നോർമൽ സ്കൂളിൽ പോയിട്ടുണ്ട്. എന്നിട്ട് അവിടെ ഞാൻ മാക്സിമം അവിടെ കേരളത്തിലോ അല്ല ബോംബെ തന്നെ. അപ്പം അവിടെ അവർ സ്കൂളിൽ നിന്നാണ് വിളിക്കുന്നത്. ഞാൻ അതിന് ഈ സിദ്ധാർത്ഥിനെ സ്കൂളിൽ വിടുന്നതിന് ഒരാഴ്ച മുമ്പാണ് എനിക്ക് തോന്നുന്നു മനോരമയുടെ ആണോ എന്തോട് സൺഡേ സപ്ലിമെൻറ്റിൽ ഡെവലപ്മെൻ്റൽ ഡിസോർഡർ എന്ന് പറഞ്ഞിട്ട് ഒരു കുറച്ച് രോഗങ്ങൾ, അപ്പോൾ ഓട്ടിസം എന്ന് കണ്ടു. അപ്പം ഞാനിതിങ്ങനെ വായിച്ചപ്പം ഇത് സിദ്ധാർത്ഥ് ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ കാണിക്കുന്നുണ്ടല്ലോ. അപ്പോഴും നമ്മൾ അങ്ങോട്ട് അംഗീകരിക്കില്ലല്ലോ പെട്ടെന്ന്.
അപ്പം ഞാൻ വിചാരിച്ചു ഏതായാലും സ്കൂളിൽ പോകുമല്ലോ, സ്കൂളിൽ പോകുമ്പോൾ അറിയാമല്ലോ. അങ്ങനെ സ്കൂളിൽ വിട്ടിട്ട് എനിക്ക് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവരെന്നെ വിളിച്ചു, സിദ്ധാർത്ഥ ഇരിക്കൂല ക്ലാസ്സിൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ സ്കൂളിൽ ചെല്ലുമ്പോൾ എല്ലാവരും ക്ലാസ്സിലുണ്ട്, ഇവൻ അവിടെ വെളിയിൽ കറങ്ങുവാണ്, ഇങ്ങനെ കറങ്ങി നടക്കുവാണ്. അപ്പം ഞാൻ അവിടെ തന്നെ അവനെ ഞാൻ അന്ന് കണ്ടിരുന്ന തെറാപ്പിസ്റ്റിൻ്റെ അഡ്വൈസിൽ അവിടെ തന്നെ നിർത്താൻ നോക്കി. അവർ പറഞ്ഞു തൽക്കാലം അവിടെ പ്രീത എങ്ങനെയെങ്കിലും ഇത് ചെയ്യും. അപ്പം ഇവനെ നോക്കുന്ന ഒരു ആൻറ്റി ഉണ്ട്, ഒരു തമിഴ് സ്ത്രീയാണ്. അവർ ഭയങ്കര കാര്യമാണ് അവർക്ക് അവനോട്. അപ്പം ഇപ്പോഴും അവർ ആ കോണ്ടാക്റ്റൊക്കെ ഉള്ള, അവർക്ക് ഭയങ്കര വിഷമോ ഇപ്പോഴും ആ വിഷമമൊക്കെ ഉള്ള ഒരു, നമ്മളോട് ഒരുപാട് സഹകരിച്ച ഒരു ആൻറ്റിയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ആൻറ്റിയോട് പറഞ്ഞപ്പോൾ ആൻറ്റി പറഞ്ഞു അവനെ എവിടെ ക്ലാസ്സിൽ ഇരുത്താൻ പറ്റണം. അപ്പോൾ ആൻറ്റി പറഞ്ഞു ഞാനും കൂടെ പോകാമെന്ന്. അപ്പോൾ ആൻറ്റി ക്ലാസ്സിൽ ഞാൻ ജോലി ചെയ്യുന്ന സമയമാണ്, ആൻറ്റി അവനെ പിടിച്ച് ക്ലാസ്സിൽ ഇരുത്തുകയും ഒക്കെ ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ ഒരു രക്ഷയില്ലായിരുന്നു. അപ്പം പിന്നെ അവർ തന്നെ സ്കൂളുകാർ സഹകരിച്ചു അന്ന്. അപ്പം അവർ പറഞ്ഞു ഞങ്ങൾക്ക് വിഷയം ഉണ്ടായിട്ടല്ലോ, പക്ഷേ ഞങ്ങൾക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റൂല, അവൻ എന്തെങ്കിലും ഒന്ന് പഠിക്കണമല്ലോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ഇത് വേണമല്ലോ. അങ്ങനെയാണ് പിന്നെ സ്പെഷ്യൽ സ്കൂൾ എന്നുള്ള ഒരു ഇത് വന്നത്. അങ്ങനെ പിന്നെ അന്നോട്ട് സ്പെഷ്യൽ സ്കൂളാണ്. നമ്മുടെ സ്പെഷ്യൽ സ്കൂളുകൾ എങ്ങനെയാണ്? എനിക്ക് സ്പെഷ്യൽ സ്കൂൾ എന്ന് പറയുന്ന സംവിധാനമേ എടുത്തു കളയേണ്ടതാണ്. ഓക്കെ, നമ്മൾ ഇവരെ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാക്കുക തന്നെയാണ് വേണ്ടത്. അവർ പഠിക്കും, ഒരു തീരെ പഠിക്കാത്തവരല്ല, അവർ പഠിക്കും. ഏജ് അനുസരിച്ച് ചിലപ്പം വ്യത്യാസം ഉണ്ടാകാം, കുറച്ച് വലുതായിട്ട് പഠിക്കുന്ന കുട്ടികളുണ്ടാകാം. നിർബന്ധമല്ലേ ഇപ്പം പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കുട്ടികളെ? ഉണ്ട്, പക്ഷേങ്കിൽ അതിനുള്ള സംവിധാനങ്ങളില്ല, ടീച്ചർമാർ പോളിസി ഇല്ല. ഒരാളെ ഒരു റിസോഴ്സ് പേഴ്സൺ എന്ന് പറഞ്ഞ ഒരാളെ വെച്ചിട്ട് എന്തെടുക്കാനാണ്? 1-to-1 അറ്റൻഷൻ ആവശ്യമുള്ള കുട്ടികളല്ലേ. അപ്പം ക്ലാസ്സിനുള്ളിൽ തന്നെ അവർക്ക് ടീച്ചർ വേണം. 1-2 കുട്ടികളുണ്ടെങ്കിൽ ഒരു ടീച്ചർ നിർബന്ധമായിട്ട്. അല്ല, അപ്പോൾ ഈ ഗവൺമെന്റ് സ്കൂളുകളിലാണോ നിർബന്ധമായി എടുക്കണം എന്നുള്ളത്? എല്ലാ സ്കൂളുകളിലും എടുക്കണമെന്ന് നിയമം ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷേ നോർമലി എടുക്കൂലെന്ന് തോന്നുന്നു. അങ്ങനെ പാടാണല്ലോ ഇവരെ ഹാൻഡിൽ ചെയ്യാൻ. പക്ഷേ എൻ്റെ 1-2 ഫ്രണ്ട്സ് പ്രിൻസിപ്പൽമാരുണ്ട് സ്കൂളുകളിൽ. അപ്പോൾ അവർ പറയുന്നത് ഇപ്പോൾ കമ്പൽസറി ആയിട്ട് അവർ എടുക്കുന്നുണ്ട്. എടുക്കാതിരിക്കാൻ പറ്റില്ല അവർക്ക്. എന്തെങ്കിലുമൊക്കെ മറ്റൊരു ഓട്ടിസമുള്ള കുട്ടിയാണെന്ന് പറഞ്ഞ് എടുക്കാതിരിക്കാൻ പറ്റൂല എന്ന് തോന്നുന്നു. മറ്റൊഴിവുകൾ പറഞ്ഞിട്ട് പിന്നെ പേരൻസ് സഹകരിക്കാത്തില്ല എന്നൊരു പ്രശ്നമുണ്ട്. മറ്റു കുട്ടികളുടെ പേരൻസിന്റെ സഹകരണം ബുദ്ധിമുട്ടാണ്. അതെ അതെ അതെ. ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ അടിച്ചെന്നോ പിടിച്ചെന്നോ തൊട്ടിയെന്നോ ബിഹേവിയറൽ ഇഷ്യൂസ് ഒക്കെ ഒരുപാടുണ്ടല്ലോ. അപ്പം ഇതിനെ എങ്ങനെ മാനേജ് ചെയ്യാം? അപ്പോൾ പ്രീത അതെങ്ങനെ മാനേജ് ചെയ്യാമെന്നാണ് പറയുന്നത്? എനിക്ക് തോന്നുന്നു അത് സർക്കാർ തലത്തിൽ തന്നെ മാനേജ് ചെയ്യാനുള്ള സംവിധാനം വേണം. ക്ലാസ്സിൽ നിർബന്ധമായ ഒരു സ്പെഷ്യൽ ടീച്ചർ ഉണ്ടായാൽ, ഒരു 2 കുട്ടിക്ക് ഒരാളെന്ന് വെച്ചുണ്ടായാൽ പോലും അത് മാനേജ് ചെയ്യാൻ പറ്റും. ഈ ക്ലാസ്സിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് 8ാം ക്ലാസ്സിൽ തന്നെ നമ്മൾ ഇരുത്തണോ, അതോ 6ാം ക്ലാസ്സിലേക്കോ അവൻ 5ാം ക്ലാസ്സിലേക്കോ? അല്ല, അത് അവരുടെ പഠിക്കാനുള്ള പ്രായമല്ലാതെ 10ാം ക്ലാസ് വരെ ഇപ്പോൾ കയറ്റി വിടും. സ്കൂളിലൊക്കെ ഓട്ടിസമുള്ള കുട്ടികളുണ്ടെങ്കിൽ പോകുമല്ലോ, പരീക്ഷ എഴുതിക്കുന്നുണ്ട്. അതിലൊക്കെ എത്രമാത്രം ഒരു ഇതുണ്ടെന്ന് നമുക്കറിയില്ല. അത് പിന്നെ അവരല്ലേ ജയിച്ചു പോട്ടെ എന്നൊക്കെ ഒരു ഇതുണ്ടാവും. അങ്ങനെ അതിന്റെ ശരിക്കും പറഞ്ഞാൽ ഈ റീഹാബിലിറ്റേഷൻ അല്ലെങ്കിൽ ഇവരുടെ കൂടെ ജീവിക്കുക എന്ന് പറയുന്ന വെല്ലുവിളി, അതിന് എനിക്ക് തോന്നുന്നു പാരന്റ്സിനും ട്രെയിനിങ് ആവശ്യമാണ്. അതെ, പേരൻസ് ചുറ്റുപാടുള്ള എല്ലാവർക്കും പേരൻസ് ട്രെയിൻഡ് ആവും സ്വാഭാവികമായിട്ടും. നമുക്ക് വേറെ ഒരു നിവൃത്തിയില്ലല്ലോ. ഇപ്പം ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അഗ്രസീവായ കുട്ടികൾ, സെൽഫ് ഇഞ്ചുറി ചെയ്യുന്ന കുട്ടികൾ, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന കുട്ടികൾ, ഇവരൊക്കെ ഉണ്ട്. ഇവരെല്ലാം ചേർന്നതാണ് ഈ ഒരു സ്പെക്ട്രം എന്ന് പറയുന്നത്. അപ്പം കൂടുതലും സിവിയർ കണ്ടീഷൻസ് ആണ് കൂടുതലുള്ളത്. മറ്റേ മൈൽഡും മോഡറേറ്റ് കേസസും അതുപോലെ നമ്മൾ ഈ പറയുന്ന ആസ്പെർജർ സിൻഡ്രോം, ഹൈ ഫങ്ഷനിങ് ആയിട്ടുള്ള കുട്ടികളും ഒക്കെ വളരെ ചെറിയ ശതമാനമാണ്. ഓട്ടിസത്തിൽ ഈ സിവിയർ ആയിട്ടുള്ള കുട്ടികളാണ് കൂടുതലും ഉള്ളത്. അപ്പം അവരെ സിദ്ധാർത്ഥ സിവിയർ ഓട്ടിസ്റ്റിക് ആണ്. അവൻ സ്വന്തമായി ഭക്ഷണം കഴിക്കുമോ, അതൊക്കെ ചെയ്യുമോ? അവന് ഭക്ഷണത്തിലൊന്നും പ്രശ്നമില്ല. ഈ സിവിയർ ഓട്ടിസത്തിന്റെ കാര്യം എടുത്തു നോക്കിയാൽ അതിൽ ഭേദപ്പെട്ട ആളാണ്. അവന് പഠിക്കുകയൊക്കെ ചെയ്യുമോ? പഠിക്കത്തില്ല, ഇല്ല, ഒന്നും. ഞാനിപ്പോൾ ചോദിക്കാറുമില്ല എന്തെഴുതും, എന്ത് വായിക്കും, എന്തെങ്കിലും അറിയാമോ. അവൻ എന്താ പിന്നെ ചെയ്യുന്ന? പാട്ട് പാടാൻ എന്തെങ്കിലും താല്പര്യം? അവന് പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്. പിന്നെ അവൻ എന്തെങ്കിലും ഒരു സ്കില്ലുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് ഇതുവരെ എവിഡൻ്റ് അല്ല. അപ്പം അങ്ങനെ നമുക്ക് എനിക്കോ സ്കൂളിലോ. അവനെ ശരിക്കും എങ്ങനെയാണ് മാനേജ് ചെയ്തത് പ്രീത? സ്കൂളുകൾ ചെറിയ കുഞ്ഞു വലുതായപ്പോഴേക്കുമുള്ള ഒരു ടീനേജൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു. ഭയങ്കരമായിട്ട് അഗ്രസീവായിരുന്നു, ഉപദ്രവിച്ചിട്ടുണ്ട്, ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു. അതിൽ ഇപ്പം ഇത് ഞാനിപ്പോൾ സിദ്ധാർത്ഥിൽ എന്താണ് ചെയ്തത് അതിപ്പോൾ എല്ലാവർക്കും ആപ്ലിക്കബിൾ ആണ്. അത് പലർക്കും അമ്മമാരും അതൊരു
മനസ്സിലാകും എന്താണ് അവരുടെ കുട്ടികളോട് ചെയ്യേണ്ടതെന്നുള്ള കാര്യം. ഇത് ഇവൻ എന്നെ നന്നായി ഉപദ്രവിച്ചിട്ടുണ്ട്. ഉപദ്രവിച്ചെന്ന് പറഞ്ഞാൽ കടിക്കുമായിരുന്നു ഒരു ഘട്ടത്തിൽ. അപ്പം ഈ കടിച്ചിട്ട് നമ്മൾ മനുഷ്യന് അടിയിടിയൊക്കെ കൊള്ളുന്ന പോലെയല്ല കടി കൊള്ളുന്നത്. അത് വേറൊരു പ്രശ്നമാണല്ലോ. ഇവിടുന്ന് അവർ കിട്ടുന്നിടത്ത് അങ്ങ് കടിക്കും. ഇപ്പം നമ്മുടെ അടുത്ത് വരുമ്പോഴാണോ അതല്ല ആ ടീനേജിലാണ് ആ ഹോർമോൺ ചേഞ്ചസ് ഒക്കെ വന്നല്ലോ, അത് ദിവസം മുഴുവൻ കടിക്കും, ചിലത് 1-2 ദിവസം. അപ്പോൾ ഞാനിങ്ങനെ അവിടെ ഒരു ദിവസം ഞാനിങ്ങനെ വീടിന് ചുറ്റും ഓടിയിട്ടുണ്ട് കടി കിട്ടാതിരിക്കാൻ. അതുപോലെ ഞാനിങ്ങനെ മറഞ്ഞിരുന്നു കതകിന്. എനിക്ക് കടിച്ചു മടുത്തിട്ട് ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ്, മരിച്ചു പോയാലോ, എനിക്ക് വയ്യ, എനിക്ക് കടി കൊള്ളാം, ഞാൻ എത്ര നാൾ. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഈ ജീവിതകാലം മുഴുവൻ കടിക്കുമെന്നാണല്ലോ. അപ്പോൾ ഇനി എനിക്ക് കടി. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴേ നമുക്കിവിടെ പ്രോപ്പർ ഒരു ഡോക്ടർ അങ്ങനെയുള്ള ഗൈഡൻസ് ഉള്ളവരുണ്ടോ? എനിക്കങ്ങനെ ഒരു ഡോക്ടേഴ്സിനൊന്നും കൃത്യമായ ഒരു സാധനമൊന്നും പറയാനില്ല. അത് അവര് സൈക്കാട്രിസ്റ്റുകളാണോ ഇത് നോക്കുന്നത് അതോ? ചൈൽഡ് സൈക്കോളജിസ്റ്റ് ഉണ്ട്, അതുപോലെ ഈ വിഷയം കൈകാര്യം ചെയ്യുന്ന ന്യൂറോളജിസ്റ്റുകളുണ്ട്, ഒക്കെ പറ്റും. പക്ഷേങ്കിൽ അവരെ ഒന്നും കൃത്യമായിട്ട് എന്തെങ്കിലും ഒരു ഒറ്റമൂലിയൊന്നും അവരുടെ കയ്യിലില്ല. അവരും അവരുടെ അനുഭവത്തിൽ നിന്നോ അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് പറയുക. പക്ഷെ എനിക്ക് ആ സമയത്ത് അപ്പം ഞാനിവന് കൊടുക്കുന്നുണ്ട്, റെസ്പിരിഡോൺ കൊടുക്കുന്നുണ്ട്, മരുന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴും ഇവൻ്റെ ഈ ഹൈപ്പർ ആക്ടിവിറ്റി കണ്ടിട്ട് അടുത്ത ഡോസ് എഴുതുവാണ് ചെയ്യുക, കൂട്ടി എഴുതുവാണ്. അപ്പം ഇത് ഒരു ഡോസിൽ ഇവൻ മര്യാദക്കാരനൊന്നും ആവുന്നില്ല. അപ്പം ഈ രീതി ഞാനിങ്ങനെ മറഞ്ഞിരുന്ന് ഇങ്ങനെ ആലോചിക്കുമ്പോൾ മരിച്ചാലോ എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് എൻ്റെ അനക്കൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ വെതുക്കുവാന്ന് നോക്കുവാണ്. അപ്പോൾ ഓടി വരുന്നു എന്നെ കണ്ടിട്ട്. ഉമ്മ വയ്ക്കാനോ കടിക്കാന്. സ്നേഹമില്ല. അതുകൊണ്ട് അതാണ് നമ്മൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആക്കുന്ന കാര്യം. ഒരെണ്ണം അങ്ങോട്ട് കരണ കുറ്റി നോക്കി കൊടുത്തു. കടിക്കൂടാന്ന് ചോദിച്ചു, എനിക്കെന്നെ കടിക്കണമെന്നോടാന്ന് ചോദിച്ചു. അന്ന് ആ ദിവസം അവൻ കടി നിർത്തി. അപ്പൊ അത്രയ്ക്ക് അവർക്ക് ബുദ്ധി ഉണ്ട്. അപ്പം ഇതെനിക്ക് അഡ്വൈസബിൾ ആണോ എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അഡ്വൈസബിൾ അല്ല. കുട്ടികളെ അടിക്കാമോ എന്ന് ചോദിച്ചാൽ കുട്ടികളെ അടിക്കാനേ പാടില്ല. കുട്ടികളെ അടിച്ച് എന്തെങ്കിലും ചെയ്യുന്നതിൽ അത് അഡ്വൈസബിളും അല്ല, അതല്ല എക്സ്പേർട്ടായിട്ടുള്ള ഒരു ഇത്. പക്ഷേ എനിക്ക് അന്നേരം അതാണ് ചെയ്യാൻ തോന്നി. ഒരാൾ നമ്മളെ ആക്രമിക്കാൻ വന്നാൽ തിരിച്ചാക്രമിക്കേ പറ്റുള്ളൂ, അല്ലേ? അല്ലാതെ എന്താ ചെയ്യാൻ പറ്റുക? അതെ, എവിടെ ചെന്ന് രജിസ്റ്റർ ചെയ്തെന്ന് അറിയില്ല. പിന്നെ എന്നെ കടിച്ചിട്ടില്ല. ആ ദിവസം അതിന് ശേഷം ഉപദ്രവിച്ചിട്ടുണ്ട്. അതുമൊക്കെ ഞാൻ ഇതുപോലെ പല ട്രിക്കുകൾ വെച്ച് മാനേജ് ചെയ്യുമായിരുന്നു. അപ്പം ഇപ്പം അവൻ എന്നെ ഉപദ്രവിക്കത്തില്ല. പക്ഷെ അതിൽ ഞാൻ ആ അടിക്ക് ശേഷം ഞാൻ ആദ്യം എടുത്ത തീരുമാനം എന്താണെന്ന് വെച്ചാൽ, ഇനിയും ഇവൻ എന്നെ ഡോമിനേറ്റ് ചെയ്യാൻ, ഇത് ഇമോഷണലി ആയാലും ഫിസിക്കലി ആയാലും സിദ്ധാർത്ഥിന് ഞാൻ എന്നെ ഡോമിനേറ്റ് ചെയ്യാൻ അനുവദിക്കില്ല എന്നുള്ളതാണ്. ഒരു കാരണവശാൽ. അതിപ്പം അവനാണെങ്കിൽ ഭയങ്കര സ്മാർട്ടാണ് ആ കാര്യത്തിൽ. എന്തെങ്കിലുമൊക്കെ എഴുതി ഉമ്മയാണ്, പിന്നെ ഉമ്മയുടെ ബഹളമാണ്. അപ്പം ഞാൻ ഉമ്മയിൽ വീഴാതായി. എന്തെങ്കിലും കുറ്റം ചെയ്താൽ അവൻ കൊണ്ടുവരുന്ന ഉമ്മയിൽ ഞാൻ വീഴൂല എന്നൊരു തീരുമാനമെടുത്തു. അങ്ങനെ അവർക്ക് പല കാര്യങ്ങളും പഠിക്കും എന്നുള്ളതാണ്. അതായത് ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളുടെ ഒരു മെയിൻ പ്രശ്നം അവരുടെ സ്കില്ല്, ലേണിംഗ് സ്കില്ലിൽ ഒരു പ്രശ്നമുണ്ട്. പല കാര്യങ്ങളും നമ്മൾ അവരെ ട്രെയിൻ ചെയ്യുവാണ്. പക്ഷെ ചില കാര്യങ്ങൾ അവരപ്പോഴും പഠിക്കും. അതോ ഇനി ഇതൊരു ട്രെയിനിങ് ആയിട്ടാണോ നമ്മൾ ഷൂസ് ഇടുക, ഡ്രസ് ചെയ്യിക്കുക, അതുപോലെ തന്നെ ഒരു സാധനമാണ് ഇവർ ബിഹേവ് ചെയ്ത് പഠിപ്പിക്കുന്നത്. അത് അപ്പം ഇതും ഇനി ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് എടുത്തതാണോ പഠിച്ചതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ പുള്ളി പിന്നെ എന്നെ ഇത് ചെയ്തിട്ടില്ല. പിന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഒരു പ്രാവശ്യം എന്നെ ഞാൻ കുക്ക് ചെയ്ത്, അത് ഇവിടെ വന്നതിന് ശേഷമാണ്. കുക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പം കുക്ക് ചെയ്യുന്നത് നോക്കിയിരിക്കും. അതും എനിക്ക് ഭയങ്കരമായിട്ട് പ്രയോജനപ്പെട്ടു. ഞാൻ വീട് മാറി സ്വന്തമായിട്ട് താമസിക്കാൻ വന്നപ്പോൾ ഓപ്പൺ കിച്ചണായിരുന്നു. അപ്പോൾ അതൊരു ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. ഇവനെയും കൊണ്ട് എങ്ങനെയാണ് ഈ ശാപ്പാട് രാമനെയും കൊണ്ട് എങ്ങനെയാണ് ഈ ഓപ്പൺ പ്രയോറിറ്റി എപ്പോഴും കഴിക്കണം. അപ്പം ഞാൻ ഇങ്ങനെ അവനപ്പോൾ അന്നാണ് അവന് ഈ കുക്കിങ്ങിന് സമയം എടുക്കുമെന്നും വെയിറ്റ് ചെയ്യണമെന്നും ഉള്ള കാര്യങ്ങൾ പഠിച്ചത്. അതായത് ഓപ്പൺ കിച്ചൺ വെച്ചിട്ടാണ് അവൻ ആ 2 കാര്യങ്ങൾ. അതായത് ഒരു കാര്യം വേകാൻ വെയിറ്റ് ചെയ്യണം, അതിന് സമയം എടുക്കും. ഇപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ബഹളമാണ്, അടുപ്പത്ത് എന്തെങ്കിലും ഇരിക്കുമ്പോഴോ വേകുന്നതിൻ്റെ മണം വരുമ്പോഴോ ഒക്കെ പുള്ളി ഭയങ്കര ബഹളമാണ്, കഴിക്കാനുള്ള ബഹളം. അതിനുശേഷം അതങ്ങ് മാറി. അപ്പം ഇത് ഇങ്ങനെ കുക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എന്നെ ഇങ്ങനെ നെഞ്ചും പുറം കൂടെ കൂട്ടി ഇങ്ങനെ വന്ന് അടിച്ചു. അവന് ഭയങ്കര കരുത്താണ്. എന്തിനാ അടിച്ചതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ കുക്ക് ചെയ്യാനാവൻ നോക്കിയിരിക്കുകയാണ്. ഞാൻ അങ്ങ് കറങ്ങിപ്പോയി.
അപ്പോൾ എന്നിട്ട് വന്നിട്ട് ഒന്ന് നേരെ ആയപ്പോൾ ഞാനിങ്ങനെ ഇങ്ങനെ കോങ്ങായ്ക്ക് പിടിക്കൂലേ, അത് ചോദിച്ചു നിനക്ക് എന്നെ തല്ലണോടാന്ന് ചോദിച്ചിട്ട് കോങ്ങായ്ക്ക് ഇങ്ങനെ പിടിച്ചു. അപ്പോഴത്തേക്ക് ഞാൻ ഒരൊറ്റ കരച്ചിലായിരുന്നു. പക്ഷെ ഇവർക്ക് ഇമോഷൻ ഇല്ലാതാണ് എനിക്ക് മനസ്സിലായത്. ഇവർക്ക് നല്ല രീതിയിൽ ഇമോഷൻസ് ഉണ്ട്, അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിനുശേഷം എന്നെ ഉപദ്രവിച്ചിട്ടില്ല, അതിനുശേഷം ഒരിക്കൽ പോലും ഉപദ്രവിച്ചിട്ടില്ല. അപ്പോൾ അവനെ ബ്രെയിനിൽ ആ ഒരു ഇത് മനസ്സിലാക്കുന്നത്. അതെ, ഇത് വേറെ കാര്യങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ പ്രീതയ്ക്ക്? എന്നുവെച്ചാൽ ഇപ്പം അവൻ ബിഹേവിയറിൽ ഈ ഒരു ആറ്റിറ്റ്യൂഡ് എടുത്താണ് ഈ കുട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പല കാര്യങ്ങളും ഞാൻ പിണങ്ങും. ഞാൻ പറഞ്ഞില്ലേ, അടി അഡ്വൈസബിൾ അല്ല. നമ്മളെ അടിക്കുമ്പോൾ തിരിച്ചടിക്കുന്ന ഒരു പോലെ അല്ല നമ്മൾ അടി ഒരു മാർഗമായിട്ട് എടുക്കുന്നത്. അടിക്കാനേ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പിണങ്ങാറുണ്ട്, പിണങ്ങിയാൽ മിണ്ടാതിരിക്കാറുണ്ട്. 2-3 ദിവസം ഞാൻ മിണ്ടൂല. അപ്പോഴത്തേക്കിന് പെതുക്കെ അവനങ്ങ് പിന്മാറും. അവൻ എന്നെ പരിചയമില്ലാത്ത ഒരാളെ പോലെ ബിഹേവ് ചെയ്യാൻ തുടങ്ങും. ആ സമയമാകുമ്പോൾ ഞാൻ തിരിച്ചിങ്ങോട്ട് വിടും. അങ്ങനെ ഞാൻ എല്ലാ കുട്ടികളും പക്ഷെ ഒരേപോലെ അല്ലല്ല. അതാണ്, ഒരാൾക്കുള്ള മാർഗം വേറൊരാൾക്ക് ആപ്ലിക്കബിൾ ആവണമെന്നില്ല. ഈ തിരിച്ചടിയും ഫലപ്രദമാവാത്ത കുട്ടികളുണ്ടാവാം. ഇവ കുറച്ചും കൂടെ അതെ അതെ അല്ല, അവരത് മനസ്സിലാക്കുന്ന ഒരു ഇതുണ്ടെന്ന്. ശരിക്കും ഈ റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ നടക്കുന്നുണ്ടോ? എന്ത് തരത്തിൽ നമുക്കത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഇവിടെ റീഹാബിലിറ്റേഷൻ ഇല്ല. നമ്മുടെ ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷനേ ഉള്ളൂ. അതായത് ഇവരെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനകത്താക്കി. വിദേശത്തൊക്കെയോ? വിദേശത്ത് ശരിക്കും റീഹാബിലിറ്റേഷൻ ഭംഗിയായിട്ട് നടത്തുന്ന സ്ഥലങ്ങളും ഉണ്ട്, രാജ്യങ്ങളും ഉണ്ട്. പക്ഷേ ഇത് കമ്മ്യൂണിറ്റി റീഹാബിലിറ്റേഷനാണ്, കമ്മ്യൂണിറ്റി ബേസ്ഡ് റീഹാബിലിറ്റേഷനാണ്. നമ്മൾ ഈ എന്താ പറയുക, ഇവരുടെ ഒരു റൈറ്റ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആക്ട് 2016 UN കൺവെൻഷനിൽ ഒപ്പുവെച്ച രാജ്യമാണ് നമ്മൾ ഇന്ത്യ. അപ്പം അതിൽ കൃത്യമായിട്ടും റീഹാബിലിറ്റേഷനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം നമുക്കിവിടെ അതില്ല. നമ്മളെപ്പോഴും ചിന്തിക്കുന്ന ഒരു നിയമമുണ്ടോ? എനിക്ക് തോന്നുന്നു അതിൻ്റെ ഗൈഡ് ലൈനൊക്കെ സംസ്ഥാന സർക്കാർ ഇന്ത്യയിലും പാർലമെൻറ്റിൽ പാസ്സാക്കിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. എക്സാക്റ്റ് അറിയത്തില്ല. അപ്പം ഇതിലെല്ലാം ചെയ്യുന്ന കാര്യം എവിടെയെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കണം. അതും ഏതെങ്കിലും വ്യക്തികളോ സ്ഥാപനങ്ങളോ ചാരിറ്റി ബേസ്ഡോ ഒക്കെ ആയിട്ട് എന്തെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കി അതിനുള്ളിൽ ഈ മനുഷ്യരെ ആക്കണം എന്നുള്ളതാണ് നമ്മൾ കരുതുന്ന ഒരു മാർഗം. പക്ഷേ കമ്മ്യൂണിറ്റി ബേസ്ഡ് റീഹാബിലിറ്റേഷനാണ് നമ്മൾ ആവശ്യപ്പെടുന്ന ഈ കുട്ടികളെ. അവരുള്ള സ്ഥലത്ത് തന്നെ പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ, അതായത് ഗവൺമെൻറ്റിൻ്റെ ലോക്കൽ ബോഡീസ് ചേർന്ന്, അതായത് പേരൻസും അയൽവക്കക്കാരും സൊസൈറ്റിയും ഭരണകൂടവും എല്ലാം ചേർന്നിട്ടാണ് ഇവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യേണ്ടത്. അപ്പം ഈ റീഹാബിലിറ്റേഷന് വേണ്ടി കൂടി ആവശ്യമാണ് മനുഷ്യരെ അതിന് പ്രാപ്തരാക്കുക എന്നുള്ളത്. അതിൽ ഇപ്പം ഏതെങ്കിലും രാജ്യത്തിൻ്റെ ഒരു എക്സാമ്പിൾ പ്രീതയ്ക്ക് അറിയാവോ? ഇപ്പം എനിക്ക് അങ്ങനെ അറിയില്ല. പക്ഷേങ്കിൽ ഓരോ രാജ്യത്തിനും ഓരോ സാമൂഹികമായ സാഹചര്യമാണല്ലോ. നമ്മുടേതുപോലെ ഒരു സമൂഹത്തിൽ ഇപ്പം ഞാൻ വിചാരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പം മരിച്ചു പോയാൽ ആരുടെയെങ്കിലും ഓർമ്മയിലെങ്കിലും ഞാൻ അവശേഷിക്കുന്നിടത്ത് വേണം അവനുണ്ടാവാൻ. പ്രീതയുടെ മോൻ അവിടെ ഉണ്ട്, അല്ലെങ്കിൽ ഇന്നയാളുടെ XYZൻ്റെ കുട്ടി അവിടെ ഉണ്ട്, അവൻ്റെ കുട്ടിയെ പോയി നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആർക്കും കയറി ചെല്ലാൻ പറ്റുന്ന, ആർക്കും ചെന്ന് അന്വേഷിക്കാൻ പറ്റുന്ന സ്ഥാപനങ്ങളാണ് വേണ്ടത് നാട്ടിൽ. അതുപോലെ ചില കുട്ടികൾ ഒരു 10, 40, 45, 50 വയസ്സാകുമ്പോൾ ആ വീടിനുള്ളിൽ, അവൻ ജീവിച്ച ആ വീടിനുള്ളിൽ വളരാനുള്ള പ്രാപ്തി ഉണ്ടാവും അവർക്ക്. അല്ലെങ്കിൽ ഫുഡ് കൊണ്ട് കൊടുക്കുമോ, ടോയ്ലറ്റ് ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കുമോ, അത്രേ ഉള്ളൂ. അപ്പോൾ അവൻ മരിക്കുന്നത് വരെ ആ വീട്ടിൽ അവനെ നോക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്താം. ഇത് നമുക്ക് ഒരുപാട് മാൻ പവർ ഉള്ളതാണ്, നമുക്ക് തൊഴിലില്ലാത്ത മനുഷ്യർ ഒരുപാടുള്ളതാണ്. അപ്പോൾ നമ്മൾ സർക്കാരിന് ഈ മേഖലകളിലൊക്കെയാണ് സർക്കാർ ശരിക്കും സാലറി കൊടുക്കേണ്ടത്. ശരിക്കും അതായത് ഇത്രയും നമ്മളൊരു സമൂഹം എന്നുള്ള നിലയിൽ എപ്പോഴാണ് നമ്മൾ പരിഷ്കൃതരാകുന്നത്? അതിനകത്തെ ഏറ്റവും വൾണറബിളായിട്ടുള്ള ആൾക്കാർ, ഞാൻ പറയുന്നത് ശാസ്ത്രീയമായ സംരക്ഷണം തന്നെയാണ് അതിനെ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മാത്രമേ നമ്മളൊരു രാഷ്ട്രമാണെന്ന് പറയത്തുള്ളൂ. അതിലേക്കെന്ന് നമ്മുടെ സർക്കാർ എനിക്കറിയില്ല, ഉണ്ടോ അറിയില്ല. ഇപ്പം അല്ല, പ്രീതയുടെ അനുഭവം വെച്ചിട്ട് നമ്മൾ ഈ ഒരു സമൂഹം എന്നുള്ള നിലയ്ക്ക് ഒരു തരത്തിലും ഇല്ല. ഇൻസ്റ്റിറ്റ്യൂഷൻസ് പോലും കൃത്യമായിട്ടല്ല ഇപ്പം
ചില പേരൻസൊക്കെ ഉണ്ട് അവർ, അല്ലെങ്കിൽ പേരൻസോ അല്ലെങ്കിൽ ഇപ്പം ഞാൻ സിദ്ധാർത്ഥിനെ വിട്ടിരിക്കുന്ന തൃശ്ശൂർ ഭാനുമതി ടീച്ചറിൻ്റെ. ഭാനുമതി ടീച്ചറിൻ്റെ 3 ബ്രദേഴ്സ് ഓട്ടിസ്റ്റിക്കാണ്, അറിയാമല്ലോ. അങ്ങനെ ടീച്ചർ തുടങ്ങിയ സ്ഥാപനമാണ്. അങ്ങനെ ആ ഒരു റിയൽ കൺസേൺ ഓടെ 1-2 പേര് ടീച്ചറെ പോലെ ചിലരോ അല്ലെങ്കിൽ പേരൻസോ ഒക്കെ നടത്തുന്ന സ്ഥാപനങ്ങളിൽ നമ്മൾ വിശ്വസിച്ച് കൊണ്ട് വിടാമെന്നല്ലാതെ എവിടെ കുട്ടികളെ വിടാൻ പറ്റും? ഈ കുട്ടികളെ എങ്ങനെയായിരിക്കും നോക്കുക? വീട്ടിൽ എനിക്ക് നോക്കാൻ പറ്റില്ലെങ്കിൽ, വീട്ടിൽ ഒരാൾക്ക് നോക്കാൻ പറ്റില്ലെങ്കിൽ അവിടെ എങ്ങനെയായിരിക്കും ഇവരെ നോക്കുന്നത്? അടിക്കും, തല്ലും, ഇത് തന്നെ കുട്ടികളെ ഉപദ്രവിക്കും. അപ്പം ഉപദ്രവിച്ചാൽ പോലും മനസ്സിലാകാത്ത കുട്ടികൾ അതെ ഉണ്ട്, അവർക്ക് മനസ്സിലാവത്തില്ല എന്താണ് ചെയ്യണത്, എന്തിനടിച്ചു എന്ന് പോലും മനസ്സിലാവത്തില്ല. അപ്പം ഇങ്ങനെയാണോ അവരെ നോക്കേണ്ടത്? അവരെ ഒരു 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 പേപ്പർ ഞാൻ ഒരു പ്രാവശ്യം കണ്ടു. കൊല്ലത്തെങ്ങാണ്ടുള്ള ഒരു പേരൻ്റ്, അവർക്ക് മുതിർന്ന സ്ത്രീയാണ്, അവർക്ക് എന്തോ പ്രശ്നമുണ്ട്, മാനസികമായ പ്രശ്നത്തിന് ചികിത്സയിലാണ്, കുട്ടി വലുതാണ്. അവനെ നോക്കാൻ ഒരു സ്ഥാപനത്തിന് വേണ്ടി അവർ സർക്കാരിലേക്ക് അപേക്ഷിച്ചിരിക്കുകയാണ്. ഞാൻ കണ്ട പേപ്പറാണ്. അവസാനം അതിൻ്റെ റിസൾട്ട് ഞാൻ എന്താണെന്ന് ഞാൻ അന്വേഷിച്ചപ്പം ഈ കൊല്ലത്തുള്ള ഈ തെക്ക് കേരളത്തിൽ ഒരിടത്തും സംവിധാനം ഇല്ലാഞ്ഞിട്ട് കോഴിക്കോട് പ്രതീക്ഷാ ഭവൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട് അത്രേ. അവിടെ ചോദിച്ചിട്ട് അത് സർക്കാരിൻ്റെയാണ്. അവിടെ ഓവർ ക്രൗഡഡ് ആയിട്ട് മറ്റൊരു സ്വകാര്യ സ്ഥാപനത്തോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്, ആ സ്ഥാപനം നിങ്ങൾക്ക് നോക്കാൻ പറ്റുമോ? അപ്പം ഇത് ഞാൻ ചോദിക്കുന്നത്, എങ്ങനെയാണ് ഒരു 10-100 മനുഷ്യരെയൊക്കെ ഒരു സ്ഥാപനത്തിൽ എങ്ങനെയായിരിക്കും ഒരു കുട്ടിയെ തന്നെ നോക്കാൻ പറ്റില്ല. ഈ മനുഷ്യർക്ക് സ്പേസ് വേണം ഒരുപാട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവരെ ആ നാട്ടിൽ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ സ്പേഷ്യസ് ആണല്ലോ സ്ഥലങ്ങൾ. ഇവരെ അടച്ചിട്ട് കഴിഞ്ഞാൽ ഇവർക്ക് ഭ്രാന്ത് പിടിക്കത്തി. ഉള്ളത് തന്നെ ഇതാണ്. അതിൻ്റെ കൂടെ ഭ്രാന്തരാക്കാമെന്നല്ലാതെ അവരുടെ അഗ്രസീവ്നെസ്സും അവരുടെ വയലൻസും കൂട്ടിയിട്ട് അത് അവർക്ക് മാത്രമാണോ പ്രശ്നം? ചുറ്റുമുള്ള മനുഷ്യർക്കും പ്രശ്നമല്ലേ? എന്തൊക്കെയാലും അവരെ നോക്കാനും ആ സ്ഥാപനം നടത്തിക്കുന്ന കുറേ പേരുണ്ടാവില്ലേ, അവർക്കും ഗുണകരമല്ല. ഒരാൾക്കും ഗുണകരമല്ലാത്ത സംവിധാനങ്ങളാണ് ഇപ്പം ഇവിടെ നിലവിലുള്ളത്. എനിക്ക് പലപ്പോഴും തോന്നും, എങ്ങനെ നമുക്ക് ഒരാളെ നോക്കാൻ വയ്യാത്തടുത്ത് ഈ ഇത്രയും മനുഷ്യരെ ഒന്നിച്ച് നോക്കുന്ന ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ മാനസികാവസ്ഥ എന്താ? അതെ അങ്ങനെ സത്യം പറഞ്ഞാൽ വലിയൊരു പ്രശ്നമാണ്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഇവിടെ കൂടി വരുന്ന ഡിമെൻഷ്യ പേഷ്യൻസ്. ഞാൻ എൻ്റെ അമ്മയുടെ അനുഭവമായിട്ട് എനിക്കൊരു 8 വർഷത്തോളം വേറൊരു സാഹചര്യമാണ്. എല്ലാം ഉണ്ടായിരുന്ന ഒരാൾ ഒരു ഓർമ്മയും ഇല്ലാതെ നമ്മുടെ കൂടെ ജീവിക്കുന്നു. അപ്പോഴും ഞാൻ മനസ്സിലാക്കിയതാണ്, ഒരു സമൂഹം എന്നുള്ള നിലയ്ക്ക് നമ്മളൊക്കെ ഒരു കൈത്താങ്ങ് തരാൻ ആരുമില്ല. നമ്മൾ കടന്നു പോകുന്ന മാനസികാവസ്ഥയിൽ നമ്മളെ മനസ്സിലാക്കാൻ നമുക്ക് പോലും പറ്റില്ല എന്തുകൊണ്ട് കടന്നു. അപ്പോൾ ഈ ഒരു റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ട് അത് എളുപ്പമുള്ള കാര്യമാണെന്നും നമുക്ക് തോന്നുന്നില്ല. സമൂഹം നമ്മളെല്ലാവരും തന്നെ മാറണം. അപ്പോൾ അതിൽ പ്രീത ഒരു അമ്മ എന്നുള്ള നിലയ്ക്ക്, സിദ്ധാർത്ഥിൻ്റെ അമ്മ എന്നുള്ള നിലയ്ക്ക് ഈ ഒരു 21 വർഷത്തെ എക്സ്പീരിയൻസ് നിന്ന് ഏറ്റവും നമുക്ക് സാധാരണ രീതിയിലെങ്കിലും ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് തോന്നുന്നു. ഇപ്പം ഞാൻ പറഞ്ഞ നേരത്തെ പ്രീത പറഞ്ഞൊരു വാചകത്തിലാണ്, മരിച്ചു പോകുമ്പോൾ ഇങ്ങനെ ഒരു കുട്ടിയെ ഈ ഭൂമിയിൽ ഇട്ടിട്ട് സമാധാനത്തോടെ നമുക്ക് പോകാൻ പറ്റില്ല. അപ്പം ഈ സമൂഹം എന്നുള്ള നിലയ്ക്ക്, രാഷ്ട്രം എന്നുള്ള നിലയ്ക്ക് എന്താണ് ശരിക്കും ഇപ്പോഴത്തെ ഒരു അവസ്ഥയിലെങ്കിലും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ? ഇത് ചെയ്യാൻ സർക്കാരിനേ ഉള്ളൂ. ഒരു സ്വകാര്യ സ്ഥാപനങ്ങളോ ഒരു സ്വകാര്യ വ്യക്തിക്കോ ഒരു സ്വകാര്യ എത്ര വലിയ ചാരിറ്റി നന്മ ഉദ്ദേശിച്ചിട്ടായാൽ പോലും അവരെ കൊണ്ടൊന്നും ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല ഇത് സർക്കാർ ചെയ്യേണ്ട കാര്യമാണ്. അവരുടെ റീഹാബിലിറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് അത് ഓരോരുത്തരുടെയും, ഞാൻ പറഞ്ഞ പോലെ വീട്ടിൽ നിൽക്കാൻ പറ്റുന്ന ആളെ ആ വീട്ടിൽ നോക്കിയാൽ മതി. ചിലപ്പോൾ അവർക്ക് വീട്ടിൽ നിൽക്കാൻ ഫുഡ് കൊണ്ട് കൊടുത്താൽ മതിയായിരിക്കും. അല്ല, അപ്പം നമ്മുടെ ബഡ്ജറ്റിലൊക്കെ ഇതിന് പൈസ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? ഇത് നമ്മുടെ ബഡ്ജറ്റിലെ പൈസയൊക്കെ എന്താണെന്നൊന്നും അതിനെക്കുറിച്ചൊന്നും